ഇത് നമുക്ക് 2 റുപ്യ കൊടുക്കും. ഇത് ഏകദേശം ഫുൾ ഓൺ കയറും കേട്ടോ. 2 ലക്ഷം ചോദിച്ചാൽ ഫുൾ ഓൺ കൊടുക്കണ്ട, ഫുൾ ഗ്യാരണ്ടിയിൽ പറഞ്ഞു കൊടുക്കാം. നമുക്ക് 3,75,000 കൊടുക്കാം. 3,45,000. 3,75,000 രൂപയ്ക്ക് എക്കോസ്പോർട്ട് കൊടുക്കാം. 14 മോഡൽ. 14 മോഡൽ. മാക്സിമം ലോൺ കയറൂലേ? മാക്സിമം ലോൺ കയറും. ഫുൾ ഓൺ കയറുമോ? ഓ ഏകദേശം ഫുൾ ഓൺ 2,35,000. 13 മോഡല് ഗോൾഡൻ കളർ വാങ്ങുന്ന 2,30,000 ചോദിക്കുന്നുണ്ട്. ആവശ്യക്കാർ വരികയാണെങ്കിൽ നോക്കി കുറച്ച് കൊടുക്കാം, ചെയ്ത് കൊടുക്കാം. എനിക്ക് നമുക്ക് 1,90,000 കൊടുക്കാം. ചോദിക്കുന്നത് കുറയോ? 1,90,000 നമുക്ക് എന്തെങ്കിലും പൊടിച്ചു കൊടുക്കാം. 1,90,000 രൂപയ്ക്ക് 10 മോഡല് 1,60,000 കൊടുക്കാം. 1,60,000 കൊടുക്കാം. മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഫ്ലഡ് ടോട്ടൽ ലോസ് ഒന്നും. ഗ്യാരണ്ടി പറയാം. ഗ്യാരണ്ടി പറയാം. 3,45,000 ചോദിക്കുന്നതാണ്, കുറച്ച് കൊടുക്കാം. എന്തെങ്കിലും ചെറുതായിട്ട് കൊടുക്കും. ലോൺ കാര്യങ്ങൾ കയറുമോ? ലോൺ ഒരു 2.5 വരെ ലോൺ കയറുണ്ടാവും. 3,35,000 ചോദിക്കുന്നതാണ്, കുറച്ച് കൊടുക്കൂലേ? എന്തെങ്കിലും ചെറുതായിട്ട് മാറ്റം വരുത്താം. ലോൺ കാര്യങ്ങളൊക്കെ ലോൺ ഏകദേശം ഫുൾ ഓൺ കയറും. സാറിന്റെ ന്യൂ ഷേപ്പിന് ഫുൾ ഓൺ കയറും. നമ്മളങ്ങനെ വീണ്ടും ഏകദേശം ഒരു 1-2 മാസത്തിന് ശേഷം വീണ്ടും ഡി കാസിലെ വീണ്ടെത്തിന് കണ്ടമാനം പുതിയ സ്റ്റോക്ക് അറിയുന്നുണ്ടോ? ലൊക്കേഷൻ തന്നെ പാണ്ടിക്കാടാണ്. പാണ്ടിക്കാട് കാളങ്കാവിലാണ്. നമ്മളെ നേരെ മുമ്പിലാണല്ലേ. നമ്മളെ കോളിലെ റഷീദൊക്കെ നമ്മളെ വീട്ടിലേക്ക് അല്ലേ? ഫുൾ ബ്ലാക്ക് ആട്ടോ. കണ്ണാട ബ്ലാക്ക്, ഷർട്ട് ബ്ലാക്ക്. അതുകൊണ്ടാണല്ലേ കണ്ണിന് ഒരു ഇത് കിട്ടാൻ വേണ്ടിട്ടാണല്ലേ. അപ്പൊ നമ്മള് ലൊക്കേഷൻ പറഞ്ഞാല് ലൊക്കേഷൻ പാണ്ടിക്കാട് വരാന്നുണ്ടെങ്കിൽ വണ്ടൂർ റോഡിന് പോകുന്നത് 2 കിലോമീറ്റർ കാളങ്കാവ് പ്രോമിസ് ഓഡിറ്റോറിയം ഉണ്ട്. നേരെ ഓപ്പോസിറ്റ് മാറാനും തിരിയാനും ഗൂഗിൾ അടിച്ചാൽ കിട്ടും. കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര മുതലാണ് തുടങ്ങുന്നുണ്ടോ? നമുക്കൊരു 1,400 തുടങ്ങുന്നുണ്ട്. ഇയോണേക്കാരോ? 1,25,000 35 മുതൽ ഇയോണുകൾ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. റിഡ്സുകൾ 2,15,000 രണ്ടെണ്ണം കൊടുക്കാം അല്ലേ? അതേമാതിരി ക്രെറ്റകളൊക്കെ ഉണ്ടല്ലോ. ക്രെറ്റ പിന്നെ ടോക്കൺ ആയതാണ്. ഇപ്പൊ അതിന്റെ റേറ്റ് പറഞ്ഞല്ലോ. എല്ലാ മോഡലും ഉണ്ട്. സ്വിഫ്റ്റ് 2 ലക്ഷത്തിനുള്ളിൽ കൊടുക്കാം. ഇനി സാൻഡ്രോകളാണ് അങ്ങനെ തരും. ക്രിസ്റ്റലൊക്കെ 2 ലക്ഷം മുടക്കിൽ അങ്ങനെ ഇറക്കാം. എക്കോസ്പോർട്ടുകളൊക്കെ എത്ര? 3,45,000 ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ഓൺ ഒരു മുടക്കണ്ട. ഇപ്പൊ വണ്ടികൾ പുതിയ സ്റ്റോക്ക് കയറാണ്ടോ? വരാണ്ട് കുറെ കയറാണ്ട്. ആവശ്യക്കാർ ഏത് വണ്ടി കുറിച്ചാലും സെറ്റ് ആയി കൊടുക്കും. മേജർ ആക്സിഡന്റും ഫ്ലഡും ഗ്യാരണ്ടി കൊടുക്കണം. എന്തായാലും ഗ്യാരണ്ടിയാണ്. പിന്നെ നിങ്ങൾ വരുമ്പോൾ മെക്കാനിക്കൽ കൊണ്ട് വരിക, ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തി. അതാണല്ലേ നമുക്ക് തന്നെ. അതാണ് ഏറ്റവും നമ്മള് കാണാത്ത കസ്റ്റമർ വരുമ്പോ ഒരു മെക്കാനിക്കിനായിട്ട് വന്നോട്ടെ, നോക്കിട്ട് എടുത്താൽ മതി. ചെക്ക് ചെയ്ത് ഉറപ്പെടുത്താൽ മതി. ആൾക്കാരെ ഡെലിവറി ചെയ്ത് കൊടുക്കാം. എല്ലാ സെറ്റപ്പും ഉണ്ടല്ലേ? ആളുകൾ വന്നാൽ മാത്രം മതി. പെരുന്നാളൊക്കെ ഫുൾ ഓഫറിൽ കൊടുക്കുക. അപ്പൊ വീഡിയോയിലുണ്ടല്ലോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനലിലേക്ക് കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പറഞ്ഞപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. പക്ഷേ പുതിയ നല്ല അടിപൊളി സ്റ്റോക്കുകൾ പറയാൻ തോന്നല്ലേ? ചെറിയ വിലക്കുള്ള അടിപൊളി കാറുകൾ യാടൊന്ന് മോഡിഫൈ ചെയ്ത് അതിന്റെ പണിയിലേനോ അതാ കുറച്ച് വൈകിയില്ലേ? അപ്പൊ ആദ്യത്തെ നല്ല അടിപൊളി എക്കോസ്പോർട്ട് ഫുൾ ഓൺ കൊടുക്കാൻ പറ്റും വണ്ടിയില്ലേ? ബ്ലൂ കളറില്ലേ? അതെ. എങ്ങനെ മോഡലുണ്ട് ഇത്? 2014 മോഡല്. 14 മോഡലാണല്ലേ? ഇത് ഓപ്ഷൻ വരുന്നല്ലേ? ഇത് ട്രെൻഡ് ലൈൻ പ്ലസ് വരുന്നല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 1,65 ഓടിയുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങള് 3ാമത്തെ ഓണർ നിലവിലുള്ള നല്ല കണ്ടീഷൻ വണ്ടി. മെക്കാനിക് കാര്യങ്ങളൊക്കെ ഇന്നലെ എത്തിയ വണ്ടിയാട്ടോ. അത് ചെറിയ ഒന്ന് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്യാണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇന്നലെ എത്തിയിട്ടുള്ളൂ. റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ടയർ ഒക്കെ അത്യാവശ്യം ഉണ്ട്. ഒരു ടയർ കമ്മിറ്റ് ആക്കി നമ്മൾ ചെയ്ത് കൊടുക്കാം. ഒക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് കൊടുക്കും. പോളിഷ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് വണ്ടികൾ കൊടുക്കും അല്ലേ? എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന നമുക്ക് 3,75,000 കൊടുക്കാം. 3,45,000. 3,75,000 രൂപയ്ക്ക് എക്കോസ്പോർട്ട് കൊടുക്കാം. 14 മോഡൽ. മാക്സിമം ലോൺ കയറൂലേ? മാക്സിമം ലോൺ കയറും. ഫുൾ ഓൺ കയറുമോ? ഏകദേശം ഫുൾ ഓൺ കയറും. പ്രൊഫൈൽ ഫുൾ ഓൺ ആണ്. അല്ലെങ്കിൽ 10,20,000 മുടക്കിൽ എക്കോസ്പോർട്ട് ഇറക്കാം. ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും. 20 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും. എന്തായാലും കിട്ടും. ധൈര്യം പറയാം. അടുത്ത വണ്ടി ഇയോണായാലോ? ഇയോണ് 2015 മാഗ്ന പ്ലസ് സിംഗിൾ RC ഓണർ വണ്ടി. ഇത് ടോക്കൺ അയക്കണോ? ഇനിയിപ്പോ അഥവാ ടോക്കൺ പൊട്ടാണെങ്കിൽ നമുക്ക് നമുക്ക് 1,60,000 കൊടുക്കാം. 1,60,000 രൂപയ്ക്ക് ഇയോൺ കൊടുക്കല്ലേ? 2015 മാഗ്ന പ്ലസ് സിംഗിൾ ഓണർ വണ്ടി. ഇത് എയർ ബാഗ് മാഗ്ന പ്ലസ് ആണ്. എത്ര ഓടിക്കണമെന്നാല്? ഓട്ടം 59,000 ഓടിക്കണ്ടല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയില്ല. അതെ. അത്യാവശ്യം വൃത്തിയുള്ള കമ്പനി ഇഷ്ടമുള്ളതിന് അത് ഞാൻ നോക്കിയിട്ടില്ല. ചെക്ക് ചെയ്യാലേ? ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എല്ലാം കൊണ്ട് ഉഷാറാണല്ലേ? ചെറുവണ്ടികളൊക്കെ ആകുമ്പോഴേ എല്ലാം നമ്മള് കമ്പനിക്ക് വിളിച്ചാണ് ഹിസ്റ്ററിക്ക് ചോദിക്കലില്ല. 1,60,000 കൊടുക്കാം. മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഫ്ലഡ് ടോട്ടൽ ലോസ് ഒന്നും. ഗ്യാരണ്ടി പറയാം. എന്തായാലും ഒരു 10-15 മൈലേജ് കിട്ടൂലേ? മൈലേജ് 18 എന്തായാലും കിട്ടും. അടുത്ത വണ്ടി ക്ലിംബറാണ്.
ഇത് ക്ലിംബർ 2017 RXT 1000 cc ആണ്. 1000 cc ആണല്ലേ? 1000 cc ആണ്. പവറിലുള്ള വണ്ടി അല്ലേ? പവറുള്ള വണ്ടി. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. അലവിലെ കമ്പനി വരുന്ന വണ്ടി. അലവിൽ വീൽ കപ്പാണത്. അലവിൽ മാതിരിയാണത്. അങ്ങനെയാണല്ലേ? ഓക്കെ. എത്ര ഓടികളാല്? ഇത് ഓട്ടം 63,000 കിലോമീറ്റർ ഓട്ടം. 6.3 ഓട്ടം. ഒരു ഓറഞ്ച് കളർ അല്ലേ ഉള്ളൊക്കെ? അതെ അതെ അതെ. ഓണർഷിപ്പ് എത്ര? സിംഗിൾ RC ഓണർ. റീപ്ലേസ് ചെയ്യല്ലോ? റീപ്ലേസ് മേജർ ഒന്നുമില്ല, ചെറിയ മൈനർ ബോണ്ടും ഒരു ഡോറും മാത്രമേ ഉള്ളൂ. മൈനർ റീപ്ലേസ് ഉള്ളൂ, മേജർ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നാല്? ഇത് നമുക്ക് 2 രൂപ കൊടുക്കും. ഇത് ഏകദേശം ഫുൾ ഓൺ കയറും കേട്ടോ. 2 ലക്ഷം ചോദിച്ചാൽ ഫുൾ ഓൺ കൊടുക്കണ്ട, ഫുൾ ഗ്യാരണ്ടിയിൽ പറഞ്ഞു കൊടുക്കാല്ലേ? പെട്രോൾ മേജർ ആക്സിഡന്റ് ഇല്ല കേട്ടോ. ഇല്ലല്ലേ? അത് ഗ്യാരണ്ടി വന്ന് ചെക്ക് ചെയ്തെടുത്തോട്ടല്ലേ? ഇത് ലോൺ ഫുൾ ഓൺ ആണല്ലേ? പൈസ കൊടുക്കണ്ട, ഒരു 10 മിനിറ്റ് മൈലേജും കിട്ടും. അടുത്ത വണ്ടി അൾട്ടോ 800 അല്ലേ? 2018-19 റേസർ. 19 രജിസ്ട്രേഷൻ ഉണ്ടല്ലേ? രണ്ടാമത്തെ ഓണർ. ഓപ്ഷൻ LXI റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒന്ന് കണ്ണൊക്കെ ഒന്ന് ചെറുതായി കറുപ്പിച്ചു ഒക്കെ കൊടുത്തു. എത്ര ഓടിക്കണ്ടേ? ഇത് 72,000 കിലോമീറ്റർ ഓട്ടം ഓടിക്കണ്ട്. രണ്ടാമത്തെ ഓണർ ഉള്ളതല്ലേ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഒരു പരിപാടിയില്ല, ഒന്നുമില്ല. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കുന്നത്? 265 കൊടുക്കാം. 265 പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ എടുത്ത് കൊടുക്കാം. 2,65,000 വണ്ടിക്ക് ചോദിക്കണ്ട്. അത് ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ എടുത്ത് കൊടുക്കുന്ന ചോദിക്കും. ലോൺ എത്ര കയറുന്നാല്? ലോൺ ഏകദേശം 2 രൂപ ലോൺ കയറും. കയറും ചെയ്യും. ഒരു 15,000 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. അതെ അതെ അതെ. ഇനി ആൾക്കാർ വരികയാണെങ്കിൽ കുറച്ചും കൊടുക്കാം അല്ലേ? എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മാറ്റം, കുറച്ച് കാണുന്ന റേറ്റ് പറഞ്ഞു. ഒരു 10 മിനിറ്റ് മൈലേജ് കിട്ടൂലേ? മൈലേജ്. പക്ഷേ അടുത്ത വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റ് ഇല്ല, ചെറിയ വില കൊടുക്കാൻ പറ്റിയ വണ്ടി. 2010 സ്വിഫ്റ്റ് VDI. 10 മോളുള്ളൂ. ചുരുക്കണ്ട 12-13. 10 മോള് VDI ഡീസൽ വണ്ടിയാണല്ലേ? എത്ര ഓടിക്കണെന്നാലേ? ഇത് 140 സംതിങ് ഏറ്റവും ഓട്ടം ഓടിക്കണ്ട്. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് സെക്കൻഡാ തോന്നുന്നത് നിലവിലുള്ളത്. സെക്കൻഡ്. റീപ്ലേസുകളുണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണല്ലേ? സീറ്ററൊക്കെ ഉഷാറൊക്കെ ചെയ്തോണു. ഇത് എത്ര വരെ പേപ്പർ ഉണ്ടെന്നാലേ? ഇത് നവംബറിൽ പേപ്പർ തീരും. നവംബർ വരെ പേപ്പർ ഉണ്ട് അല്ലേ? അതിനുശേഷം നോക്കിയാൽ മതി. പേപ്പർ എടുക്കാൻ ഒന്നും ചെയ്യണ്ട കേട്ടോ. ടച്ചിങ്ങും പോളിഷും ഒക്കെ കഴിഞ്ഞാണ്. ഒരു പരിപാടി ചെയ്യണ്ട, കാണിച്ചു കൊടുക്കാം, പൈസ കൊടുക്കാം, സാധനം എടുക്കാം. ഒരു 12 രൂപ ചെലവുണ്ടാവും, അത്രേ ഉള്ളൂ അല്ലേ? എന്നാ വണ്ടിക്ക് എത്ര നമ്മൾ ചോദിക്കണ്ടേ? നമുക്ക് 190 കൊടുക്കാം. ചോദിക്കുന്നത് കുറയോ? 190 നമുക്ക് എന്തെങ്കിലും പൊടിച്ചു കൊടുക്കാം. 1,90,000 രൂപയ്ക്ക് 10 മോളില് 29 അല്ല പേപ്പർ എടുക്കാനുള്ള വണ്ടിയില്ലേ? പേപ്പർ എടുക്കുക. നവംബർ വരെ പേപ്പർ ഉണ്ട്. എടുക്കണ്ട, നവംബർ വരെ പേപ്പർ ഉണ്ട്. ഒരു 10 രൂപ മൈലേജ് കിട്ടൂലേ? മൈലേജ് എന്തായാലും കിട്ടും. അടുത്ത വണ്ടി വാഗണർ അല്ലേ? വെള്ള കളർ വാഗണർ. 2013 മോഡൽ VXI. 13 VXI. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഓണർ വണ്ടി. 94,000 കിലോമീറ്റർ ഓട്ടം ഓടിക്കണ്ട്. 89,000 കിലോമീറ്റർ തോന്നുന്നുണ്ട്. 89,000 കിലോമീറ്റർ. കറക്റ്റ് ഹിസ്റ്ററി ഞാൻ നോക്കിയിട്ടില്ല. ചെക്ക് ചെയ്തെടുക്കാമല്ലോ. റീപ്ലേസ്, ടോട്ടൽ ലോസ്, ഫ്ലഡ് ഇല്ല. എല്ലാ വണ്ടിക്ക് നമുക്ക് ടോട്ടൽ ലോസ്, ഫ്ലഡ് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. സെക്കൻഡ് വണ്ടി നമ്മളെന്തായാലും കിലോമീറ്റർ തിരിക്കാനും പേസ്റ്റ് ഇടാനും നിൽക്കലില്ല. മുമ്പത്തെ ആരെങ്കിലും ചെയ്തിക്കണമെങ്കിൽ പിന്നെ നമ്മളത് അറിയില്ലല്ലോ. നമ്മളെന്തായാലും ചെക്ക് ചെയ്തെടുക്കുന്ന വണ്ടിയാണ്. നമ്മളെന്തായാലും ഗ്യാരണ്ടി പറയും ആ സംഭവത്തിന്. ടയർ കാര്യങ്ങൾ കരിമ്പുത്തൻ ടയറൊക്കെ ഉണ്ടല്ലോ അല്ലേ? ടയറൊക്കെ ഉണ്ട് അത്യാവശ്യം. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നല്ലേ? ഇത് നമുക്ക് 2,65,000 രൂപ കൊടുക്കാം. 2,65,000 കൊടുക്കാം. കുറച്ചും കൊടുക്കും. അതിൽ ഇനി കുറയാനേ നോക്കട്ടെ. ആൾക്കാരെ മാക്സിമം ചെയ്ത് നോക്കാം അല്ലേ? ലോൺ എത്ര കയറുന്നാലേ? ലോൺ ഇതിന് ഒരു 2.25 മാക്സിമം ലോൺ കയറും. ഒരു 10-40 രൂപ മുടക്കിൽ വണ്ടി ഇറക്കാം അല്ലേ? ഒരു 10 മിനിറ്റ് മൈലേജ് കിട്ടോ? 17 കിലോമീറ്റർ. 15, 16, 17 ആ ലെവലില് മൈലേജ് പറഞ്ഞു കൊടുക്കും ചെയ്യാം. മൈലേജ് ഒന്ന് കൂട്ടി പറയണ്ടേ? നമ്മള് കൂട്ടി പറഞ്ഞിട്ട് പിന്നെ അത് കിട്ടിയിട്ടില്ലാണ്ടെങ്കിൽ കുറച്ച് അടുത്ത വണ്ടി സ്വിഫ്റ്റിലെ. അടുത്ത 2012 മോഡല് സ്വിഫ്റ്റ് ZD ആട്ടത്. ഏറ്റവും ഫുൾ ഓടാണ്. ZD ആണല്ലേ? ഡീസൽ ഏറ്റവും ഫുൾ ഓടുണ്ട്. ഡീസൽ ഏറ്റവും ഫുൾ ഓടുണ്ട്. നല്ല വൃത്തിയുള്ള അടിപൊളി ഉണ്ടല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഓണർ ആണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് 3,40,000 രൂപ കൊടുക്കാം. 3,40,000 രൂപ വണ്ടി കൊടുക്കാം. എത്ര ഓടിക്കണ്ടേ? 130 ഓട്ടം ഓടിക്കണ്ടല്ലേ? സെക്കൻഡ് ഓണർ. ഓക്കെ. റീപ്ലേസ് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ZD ആണ് ഏറ്റവും ഫുൾ ഓട് വണ്ടിയിലെ. പക്ഷെ നല്ല വൃത്തിയുള്ള വണ്ടി. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്.
എന്നാ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം? 360? 345 ചോദിക്കണ്ടാണ് കുറച്ച് കൊടുക്കാം. എന്തേലും ചെറുതായിട്ട് കൊടുക്കും. ലോൺ കാര്യങ്ങൾ കയറുമോ? ലോൺ ഒരു 2.5 വരെ ലോൺ കയറുണ്ടാവും. മാക്സിമം ലോൺ കയറും. 2.5 വരെ ലോൺ എന്തായാലും 10 മുടക്കിലും 20 IDB ഉള്ളത്. 2 വരെ ലോണ് എന്തായാലും കയറും. പിന്നെ എന്തായാലും പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇൻഷുറൻസ് ആണ് കൂട്ടിയെടുക്കണേ കൂട്ടിയെടുക്കും ചെയ്യാലല്ലേ? എങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കും? ഒരു 10 രൂപ എന്തായാലും മൈലേജ് കിട്ടൂലേ? അതുണ്ടാവും. 20 കിലോമീറ്റർ എന്തായാലും മൈലേജ് ഉണ്ടല്ലോ. അടുത്ത വണ്ടി റെഡ് കളർ ആൾട്ടോ അല്ലേ? റെഡ് കളർ ആൾട്ടോ വെറും 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടി വണ്ടിയാണല്ലേ? 12 മോഡൽ ആൾട്ടോ. 12 മോഡലുണ്ട്, 48,000 ഓടിയിട്ടുള്ളൂ അല്ലേ? നല്ല ബോഡി ഷേപ്പിലുള്ള വണ്ടി. ഇത് പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല നമ്മള്. പോളിഷ് ചെയ്താണ് ഈ ചൊറുക്കില്ല? ഒന്നും ചെയ്തിട്ടില്ല. പോളിഷ് ചെയ്ത ഒന്നും കൂടെ തിളങ്ങൂലേ? ഇത് ഹിസ്റ്ററി ചോദിക്കണ്ടല്ലോ? ഹിസ്റ്ററി ചോദിക്കണ്ട. പക്കയാണത്. പക്ക സിംഗിൾ ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ് റീപ്ലേസ് ഒന്നുമില്ല, ഒരു പരിപാടിയില്ല, ഒന്നുമില്ല. ഫുൾ ഗ്യാരണ്ടിയിൽ പറഞ്ഞു കൊടുക്കാം. ഗ്യാരണ്ടിയിൽ പറഞ്ഞു കൊടുക്കാം. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. എല്ലാം കൊണ്ട് ഉഷാറ്. ഒക്കെ ഉഷാറ്. എന്നാ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാണ് ഇത് നമുക്ക് 1,65,000 റുപ്യ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ചു കൊടുക്കാം. 12 മോഡൽ അൾട്ടോ 48 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1,48,000 കിലോമീറ്റർ ഓടി വണ്ടി 1,65,000 കൊടുക്കാം. മാറ്റം ചെയ്ത് കൊടുക്കാം. ലോണ് കയറോ ചോദിക്കണം. 12 മോഡലിനായിട്ട് നോക്കാനല്ലേ? നോക്കാം. മോഡലിനാകുമ്പോൾ എന്തായാലും ഗ്യാരണ്ടിയാണ്. അതെ അതെ അതെ. ആവശ്യക്കാർ വരുന്ന മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. ഇതൊരു 10 വേണ്ടി മൈലേജ് കിട്ടൂലേ? മൈലേജ് ഉണ്ടാവും. മൈലേജ് ഉണ്ടാവും. അടുത്ത വണ്ടി ഹുണ്ടായിന്റെ സാൻഡ്രോ അല്ലേ? ബ്ലൂ കളർ സാൻഡ്രോ 2018-19 റേസർ. 18-19 രജിസ്ട്രേഷൻ ഉണ്ടല്ലേ? സിംഗിൾ RC ഓണർ, 63,000 കിലോമീറ്റർ ഓട്ടം. ഓടിയിട്ടുള്ളൂ. ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ വണ്ടിയില്ലേ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല, ഒരു പരിപാടിയില്ല. ഇത് ഓപ്ഷൻ ആയിരുന്നേ? പുതിയ ഇൻഷുറൻസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഏറ്റവും ഫുൾ ഉണ്ടല്ലേ? അലവില് ടയറ് കാര്യങ്ങളൊക്കെ അലവിലില്ലല്ലോ? അലവിലില്ല. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. കൊടുക്കൂലേ? അത് പോളിഷും ചെയ്തിട്ടില്ല. ഒന്ന് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കും. കേക്ക് ഉഷാറാക്കി കൊടുക്കും അല്ലേ? എത്ര ചോദിക്കണല്ലേ? നമുക്ക് 3.35 ചോദിക്കണ്ടാണ്. കുറച്ച് കൊടുക്കൂലേ? എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് മാറ്റം വരുത്താം. ലോൺ കാര്യങ്ങളൊക്കെ ലോൺ ഏകദേശം ഫുൾ ലോൺ കയറും. സാറിന്റെ ന്യൂ ഷേപ്പിന് ഫുൾ ലോൺ കയറും. പൈസ മുടക്കാറല്ലേ? പ്രൊഫൈൽ ഉഷാറാണ്. മാക്സിമം ലോൺ ആണല്ലേ? ഇതിപ്പോ പെട്രോൾ മാത്രം മൈലേജ് കിട്ടും. പെട്രോൾ ആകുമ്പോൾ മൈലേജ് ഒരു 15-16 ഒക്കെ മൈലേജ് പറയും. നമ്മളെന്തായാലും കുറച്ച് പറയാം. അതിലും മേലേക്ക് കിട്ടണ കിട്ടിക്കോട്ടെ. കുറച്ച് കൂടുതലായി കിട്ടും. അതാണ് പറഞ്ഞല്ലേ? 10-15 മൈലേജ് കിട്ടും. വേറെ പണികളൊന്നും ഇല്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. നല്ല അടിപൊളി ഇന്നോവ ക്രിസ്റ്റ 2019 മോഡല് G+. G4+ ആണല്ലേ? സെക്കൻഡ് ഓണർ. നമ്പറായ വണ്ടിയാണ്. കേരള നമ്പറായ വണ്ടി. നല്ല കണ്ടീഷൻ വണ്ടിയാണല്ലേ? നല്ല കണ്ടീഷൻ വണ്ടി. ഇതിന് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഒരു പരിപാടിയില്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കും. നമ്മള് കേക്ക് കുട്ടപ്പനാക്കി പോളിഷ് ചെയ്ത് കൊടുക്കും. എത്ര ഓടിയാണ് പറഞ്ഞേ? 190 ഓട്ടം ഓടിയുണ്ട്. കറക്റ്റ് സർവീസിൽ വണ്ടിയാണ്. കമ്പനി ഹിസ്റ്ററിൽ വണ്ടിയാണല്ലേ? ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാമല്ലേ? പറഞ്ഞു കൊടുക്കാം. ഇത് വാണിജ്യം എത്രയാണോ? സെക്കൻഡ് ഓണർ നിലവിലുള്ളതല്ലേ? എന്നാ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണെന്നാലേ? ഇത് നമുക്ക് 16.3 കൊടുക്കാം. 14,16,000 2019 മോഡലാണ്. 16,75,000 റുപ്യക്ക് ക്രിസ്റ്റ കൊടുക്കുക. G+ അല്ലേ? G4 അല്ലേ? G4+. ലോൺ അങ്ങനെ എത്ര കയറുക? ലോൺ ഒരു 2 ലക്ഷം റുപ്യ മുടക്കിയ ബാക്കി ലോണ് 2 ലക്ഷം മുടക്കിൽ വണ്ടി ഇറങ്ങാൻ 14 റുപ്യ എന്തായാലും ലോൺ കയറും അല്ലേ? ഒരു 2-2.5 ആ ലെവലിൽ മുടക്കുകയാണെങ്കിൽ വണ്ടി ഇറക്കാം. വേറെ പണികളെ കാര്യങ്ങളൊന്നും ഫുൾ ഗ്യാരണ്ടി വണ്ടിയില്ലേ? ഇപ്പൊ ഡീസലാകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? ഡീസലാകുമ്പോൾ ഒരു 14 കിലോമീറ്റർ മൈലേജ് പറഞ്ഞു കൊടുക്കാം. പല വണ്ടി പല മാതിരിയാണ്. ചിലത് 12 ഇട്ടുള്ളൂ, ചിലത് 14. ഡിപ്പെൻസ് ഓൺ കസ്റ്റമർ ഓട്ടമാണല്ലോ. അതെ അതെ അതെ. പക്ഷേ അടുത്താണ് അടിപൊളി ബ്ലാക്ക് എഡിഷൻ വണ്ടിയാണല്ലോ ക്രെറ്റ. ബ്ലാക്ക് ക്രെറ്റ 2017 മോഡൽ SX 1.6 സിംഗിൾ RC ഓണർ വണ്ടി. അത് നല്ല വൃത്തിയുള്ള അടിപൊളി ബ്ലാക്ക് എഡിഷൻ വണ്ടിയില്ല? സിംഗിൾ ഓണർ വണ്ടിയാണ്. ടോക്കൺ അയക്കണം. 1-ാം തീയതി ഡേറ്റ് ഉണ്ട്. ടോക്കൺ ആയിക്കോളൂ. ഇനി ആവശ്യക്കാർ 1-ാം തീയതി കേസല്ല അറിയും. അതെ, 1-ാം തീയതി വരെ അവർക്ക് ഡേറ്റ് കൊടുത്തോ. ഇനി പൊട്ടാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് എടുക്കും ചെയ്യാലല്ലേ? നല്ല വണ്ടിയാ. നല്ല വണ്ടിയാണ്. കമ്പനി ഹിസ്റ്ററൊക്കെ ഉള്ള വണ്ടിയല്ലേ? ബ്ലാക്ക് ആണ് ഇപ്പൊ ക്രെറ്റയിൽ കളിക്കണത്. ഹിസ്റ്ററി ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. റീപ്ലേസ് ഒന്നും ചെയ്യല്ലോ? ഒന്നുമില്ല. ഡോർ ഉണ്ട്. ഡോർ റീപ്ലേസ് ആണ് ഡ്രൈവർ സൈഡിലെ. അതിന്റെ ഗ്ലാസ് ഒന്നും പോയിട്ടില്ല. വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാല്ലേ? ഗ്യാരണ്ടി കൊടുക്കാം. ടോക്കൺ അയക്കണല്ലേ? ടോക്കൺ അയക്കണം. എല്ലാവരും വിളിച്ചോട്ടല്ലേ? നമുക്ക് അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കും ചെയ്യാനല്ലേ? എന്തായാലും ഒരു 10 രൂപ മൈലേജ് കിട്ടുമല്ലോ ഡീസലാകുമ്പോ?
17-18 എന്തായാലും മൈലേജ് ഉണ്ടല്ലോ അല്ലേ? 1.6 അല്ലേ. അടുത്ത വണ്ടി ഇയോൺ അല്ലേ? കൊടുക്കൂല. ഇയോൺ 2011 ലാസ്റ്റ് 11 ഡിസംബർ വണ്ടിയാണ്. ഡിസംബർ അല്ലേ? ഇത് സ്പോർട്സ് ആണ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ. എയർ ബാഗ് വരുന്ന ഓപ്ഷനാണ്. എയർ ബാഗ് വരുന്ന വണ്ടി അല്ലേ? ടയറൊക്കെ കടുപ്പത്തും ടയറുണ്ടല്ലോ. ടയറൊക്കെ ഉണ്ട്. ടയർ 2 പുതിയതുണ്ട്, 2 ഒരു 50% ഉണ്ട്. അതുകൊണ്ട് ഓടിയുണ്ട്. എത്ര നാല്? 94,000 കിലോമീറ്റർ ഓട്ടം ഓടിയുണ്ട്. ഓണർഷിപ്പ് തേർഡ്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒരു പരിപാടിയില്ല. സീറ്ററിന്റെ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? എല്ലാം കൊണ്ട് വൃത്തിയുള്ള വണ്ടി. നല്ല വൃത്തിയുള്ള വണ്ടി. ചോദിക്കുന്ന റേറ്റ് നല്ല ഓടിച്ചേപ്പാട്ടോ. 11 വണ്ടി കണ്ടാൽ പറയില്ല. അത് നമുക്ക് ചെറിയ വില കൊടുക്കും. 1.35 കൊടുക്കാം. അത്രേ ഉള്ളൂ. 1,35,000 രൂപ ചെയ്യാൻ കൊടുക്കാം. 1.35 മാക്സിമം ലോണോ? അതിമൊരു 80 രൂപയ്ക്ക് ലോണ് കയറുണ്ടാവും. അത്രേ ഉള്ളൂ അല്ലേ? അതിലേറെ കയറൂല. പ്രൊഫൈൽ മാക്സിമം ചെയ്ത് കൊടുക്കാം. ആളുകൾ വന്നോട്ടല്ലേ? ഒരു 10 മിനിറ്റ് മൈലേജ് കൊണ്ടൂലേ? മൈലേജ് ഉണ്ടാവും. എന്താണ് അതേപോലെ നല്ല അടിപൊളി റിഡ്സായാലോ? 2011 മോഡല്. 11 മോഡലുണ്ട്. ഇത് ഓപ്ഷൻ അല്ലേ? ഇത് VDI ഡീസൽ വണ്ടിയാണ്. അലവിലൊക്കെ ചെയ്തോണ്ടില്ലേ? അലവിൽ ചെയ്തോണ്ട്. വെള്ള കളർ പെയിന്റ് ഒക്കെ അടിച്ചോളൂ. എത്ര ഓടിയിരുന്നാലേ? സെക്കൻഡ് ഓണർ, 98,000 കിലോമീറ്റർ ഓട്ടം ഓടിയുണ്ട്. റീപ്ലേസ് കാര്യങ്ങൾ മതിയുണ്ടോ? റീപ്ലേസ് ചെറിയ മൈനർ ഉണ്ട്. റീപ്ലേസ് ഉണ്ട്. മെയിൻ ക്ലാസ് ബോണ്ട് മേജർ ഒന്നുമില്ല. ഉള്ളിക്കൊന്നുമില്ല. കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും പോയിട്ടില്ല. മെയിൻ ക്ലാസ് മാറിക്കണോ? വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? മേജർ ഒന്നുമില്ല. ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ അടിപൊളിയായി ചെയ്തോണ്ടില്ലേ? അതേപോലെ അലവിലുണ്ട്, ടയർ ഉണ്ട്, എല്ലാം ഉണ്ട്. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം? നമുക്ക് 2.15 കൊടുക്കാം. 2,15,000 രൂപയ്ക്ക് റിഡ്സ് കൊടുക്കാം. 11 മോഡൽ അലവിലൊക്കെ ചെയ്തോണ്ടി. ഇതിപ്പോ ലോൺ കയറൂലേ? ലോണ് സെർട്ട് ഫിനാൻസ് കിട്ടുന്നുണ്ടാവുള്ളൂ. ബാങ്ക് കയറും. അത് നോക്കാം. നമുക്ക് ആളുകൾ വന്നോട്ടെ, നമ്മൾ ചെയ്ത് കൊടുക്കും. ഇൻഷൂർ ഫസ്റ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ 1 രൂപ വരെ ലോൺ കയറി ചെയ്യുമല്ലേ? തേടാണ്. എന്തായാലും ഒരു 10,000 മുടക്കിൽ ഇറങ്ങുമോ? അതൊക്കെ ഇറങ്ങാറല്ലേ? ഒരു 10 രൂപ മൈലേജ് കിട്ടൂലേ? 20 കിലോമീറ്റർ മൈലേജ്. അടുത്ത വീണ്ടും റിഡ്സ് വെള്ള കളറ്. അടുത്ത് 2011 തന്നെ. 11 മോഡൽ വെള്ളാന്നുള്ളൂ അല്ലേ? ഇത് ഓപ്ഷൻ വൈറ്റ് കളർ, 4 ടയർ ഫുള്ള്. ഡീസൽ ഉണ്ടല്ലേ? ഇത് എത്ര ഓടിക്കണ? ഇത് 1.40 ഓട്ടം ഓടിയുണ്ട്. 3ാമത്തെ ഓണർ നിലവിലുള്ളല്ലേ? റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ബോണറ്റ് മാത്രം റീപ്ലേസ് ഉണ്ട്. മാറിയണോ? വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറയാം. വരെ മാറിയിട്ടില്ല. ക്രോസ് പാനലൊന്നും മാറിയില്ലല്ലേ? ആ ഗ്യാരണ്ടി പറഞ്ഞങ്ങനെ കൊടുക്കാം. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? ഇത് നമുക്ക് 2.15 2 റിഡ്സ് 2.15 കൊടുക്കാം. 2 റിഡ്സ് 2,15,000 രൂപ കൊടുക്കാം. അതിലെന്തെങ്കിലും കുറച്ചൊക്കെ ഉണ്ടാവോ? അതിൽ കുറയാന് ആൾക്കാരാണോല്ലേ? എന്തെങ്കിലും ചെറുതായിട്ട്. ലോണൊക്കെ എത്ര? സെയിമാ? ലോൺ അതേ സെയിം തന്നെയാണല്ലേ? എന്തായാലും ഒരു 15,000 മുടക്കിൽ വണ്ടി എടുക്കാം. അതെ. ഇൻഷൂർ ഫസ്റ്റ് ആക്കണം തന്നെ ഉള്ളൂ. ഫസ്റ്റ് ആക്കി കഴിഞ്ഞാൽ മാക്സിമം ലോൺ ഒരു 1.5 രൂപ 1.5 വരെ ലോൺ കയറും അല്ലേ? ഒരു 10 രൂപ എന്തായാലും മൈലേജും കിട്ടും. മൈലേജ് എന്തായാലും കിട്ടും. ഇത് അടുത്ത വണ്ടി വാഗണർ ആയാലോ? ഗോൾഡൻ കളർ വാഗണർ 2013 LXi. 13 മോഡൽ ഉണ്ട്. LXi ആണല്ലേ? LXi ആണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് ഇല്ല. എത്ര ഓടിക്കണ? ഇത് ഓട്ടം 95,000 കിലോമീറ്റർ ഓട്ടം. 95,000 കിലോമീറ്റർ ഓടിക്കണോ? ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് 4th നിലവിലുള്ളല്ലേ? റീപ്ലേസ് ഇല്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാല്ലേ? ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. സെറ്റ്, സീറ്റ് കവർ, സെൻട്രൽ ലോക്ക് എല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയിലുണ്ട്. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം? നമുക്ക് 2.35. 13 മോഡല് ഗോൾഡൻ കളർ വാഗണർ 2,30,000 ചോദിക്കുന്നുണ്ട്. ആവശ്യക്കാർ വരികയാണെങ്കിൽ നോക്കിയിട്ട് കുറച്ച് ചെയ്ത് കൊടുക്കാം. ലോൺ കാര്യങ്ങളൊക്കെ കയറുമോ? ലോണ് ഒരു 1.25 രൂപ അടുത്തേക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാല്ലേ? വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാൻ വേണ്ടി. ഫ്ലഡും മേജർ ആക്സിഡന്റ് ഗ്യാരണ്ടി എന്നാലും എഴുതി ഒപ്പിട്ട് കൊടുക്കും. ഹോം ഡെലിവറി ഉണ്ടോ? ഹോം ഡെലിവറി ഉണ്ട്. എങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കും? എങ്ങനെ ചെയ്ത് കൊടുക്കും? അതാണ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ചാനലിലേക്ക് കടഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടൻ്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ കിടക്കണം. അപ്പോൾ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വിടുകണം.